ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക്സ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. 10th ലെവലിലും 12th ലെവലിലും ഡിഗ്രി, കാസ്, UPSC എക്സാംസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ഒരുപാട് ചോദ്യങ്ങളുടെ ഉറവിടം കൂടിയായ ഈ ടോപ്പിക്സ് നമുക്ക് പഠിച്ചു തുടങ്ങാം. വീഡിയോയിലേക്ക് കടക്കാം. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് വേർഡായ ഒയ്ക്കോനോമിയ എന്ന വേർഡിൽ നിന്നുമാണ് വന്നത്. എന്താണ് എക്കണോമിക്സ് എന്ന പദം? ഏത് ഗ്രീക്ക് വേർഡാണ്? ഒയ്ക്കോനോമിയ എന്ന വേർഡിൽ നിന്നുമാണ് വന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗൃഹഭരണം എന്നാണ്. ഗൃഹഭരണം. അപ്പോൾ എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കോനോമിയ എന്ന വേർഡിൽ നിന്നുമാണ് വന്നത്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഗൃഹഭരണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും: സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, അവയുടെ വിതരണം, അവയുടെ ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിന് നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം? സാമ്പത്തിക ശാസ്ത്രം. അപ്പം എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം അല്ലെങ്കിൽ വിതരണം, അതുപോലെ തന്നെ ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് വേർഡായ ഒയ്ക്കോനോമിയ എന്ന വേർഡിൽ നിന്നുമാണ് വന്നത്. ഇതിൻ്റെ മീനിങ് ആണ് ഗൃഹഭരണം. അപ്പോൾ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്: അഫ്നോളജി. എന്താണ് അഫ്നോളജി എന്ന് പറയുന്നത്? അത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ? അപ്പം എന്താണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ അഫ്നോളജി എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഏതാണ്? എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ എക്കണോമിക്സിനെ പൊളിറ്റിക്കൽ എക്കണോമി അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രം, രാഷ്ട്രധനശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം എന്താണ് ആദ്യകാലങ്ങളിൽ എക്കണോമിക്സിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പൊളിറ്റിക്കൽ എക്കണോമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ എക്കണോമിക്സ് എന്ന ശാഖ പൊളിറ്റിക്കൽ എക്കണോമി എന്ന ശാഖയിൽ നിന്നുമാണ് ആവിർഭവിച്ചത് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പം എന്താണ് ആദ്യകാലത്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖ ഇല്ലായിരുന്നു. പകരം എന്തേ ഉണ്ടായിരുന്നുള്ളൂ? പൊളിറ്റിക്കൽ എക്കണോമി ഉള്ളായിരുന്നു. പിന്നീട് വന്ന കുറേ എക്കണോമിസ്റ്റിൻ്റെ സംഭാവനകൾ മൂലമാണ് എന്തായിട്ട് മാറിയത്? പൊളിറ്റിക്കൽ എക്കണോമി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയായിട്ട് മാറിയത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. അപ്പം എന്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്, അതുപോലെ ഫിലോസഫറാണ്. അപ്പം എന്താണ് ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റും ഫിലോസഫറുമായ ആദം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആദം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയെന്നറിയോ? 1759 നിലവിൽ വന്ന ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്നാണ് ഒരു ടെക്സ്റ്റ്. ഏതാണ്? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് 1759 നിലവിൽ വന്നത്. മറ്റൊരു പുസ്തകമാണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. എന്താണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളത് മറ്റൊരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തെ കോമൺ ആയിട്ട് നമ്മൾ വെൽത്ത് ഓഫ് നേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. വെൽത്ത് ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് 1776 ഈ ഒരു ടെക്സ്റ്റ് പബ്ലിഷ് ആവുന്നത്. അപ്പോൾ എന്താണ് ആദം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ ഏതൊക്കെയാണ്? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സും പിന്നൊന്ന് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കൃതികളും പ്രധാനപ്പെട്ടവയാണ്. ഇതൊക്കെ എന്താണ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളവയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1776 വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം ആദം സ്മിത്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷമാണ് എക്കണോമിക്സ് എന്ന പുതിയ ശാഖ പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ആദം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആദം സ്മിത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് എന്ത്? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ നെയിം എന്താണ്? ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം ആരുടേതാണ്? ആദം സ്മിത്തിൻ്റെയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യം അദ്ദേഹം എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുറേ സംഭാവനകൾ വന്നതിനാലാണ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്നും എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ശാഖ ഉരുത്തിരിഞ്ഞു വന്നതും ഇദ്ദേഹത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ആദം സ്മിത്തിനെ അറിയപ്പെടാൻ കാരണം എന്താണ്? ഇദ്ദേഹം പൊളിറ്റിക്കൽ എക്കണോമിയിൽ ഒരുപാട് സംഭാവനകൾ നൽകി അദ്ദേഹത്തിൻ്റെ രണ്ട് ടെക്സ്റ്റിലൂടെ. അതുകൊണ്ടാണ് ആദം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്
എന്നുകൂടി അറിയപ്പെടുന്നത്. എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ വേർപിരിഞ്ഞുണ്ടാകാൻ ആദം സ്മിത്തിന്റെ സംഭാവനകൾ കാരണമായെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ ശാസ്ത്രശാഖയ്ക്ക് എക്കണോമിക്സ് എന്ന പേര് നൽകിയത് ആരാണ്? അത് ആൽഫ്രഡ് മാർഷൽ എന്ന ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ്, എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ വേർപിരിഞ്ഞുണ്ടാകാൻ കാരണം എന്താണ്? ആദം സ്മിത്തിന്റെ ഒരുപാട് സംഭാവനകളാണല്ലേ. അപ്പോൾ ഈ ഒരു ശാസ്ത്രശാഖയ്ക്ക് പക്ഷേ ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേര് നൽകിയത് ആരാണ്? അത് ആൽഫ്രഡ് മാർഷൽ എന്ന ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആണ്. ആദം സ്മിത്തിനെയും അതേപോലെ ആൽഫ്രഡ് മാർഷലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു. ഇവരെ ചുറ്റിപ്പറ്റി പ്രധാനപ്പെട്ട വേറെ കുറേ ക്വസ്റ്റ്യൻസ് PYQ ആയിട്ട് വരാറുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. എന്താണ് ലെയ്സസ് തിയറി? ലെയ്സസ് തിയറി ആര് കൊണ്ടുവന്നതാണ്? ആദം സ്മിത്ത് കൊണ്ടുവന്നതാണ്. ഇതാണ് ആദം സ്മിത്ത് കൊണ്ടുവന്നതാണ് ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. ഈ ലെയ്സസ് എന്ന് പറയുന്ന ആ ഒരു ഫ്രഞ്ച് പദത്തിന്റെ മീനിങ് എന്താണ്? അലോ ടു ഡു എന്നാണ്. എന്താണ് അലോ ടു ഡു? അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലെയ്സസ് തിയറി ആര് കൊണ്ടുവന്നതാണ്? ആദം സ്മിത്ത് കൊണ്ടുവന്നതാണ്. ആദം സ്മിത്തിന്റെ പ്രത്യേകത എന്താണ്? ആദം സ്മിത്ത് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? ആദം സ്മിത്ത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആദം സ്മിത്ത് എക്കണോമിക് ഫീൽഡിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. ലെയ്സസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡാണ്. ഇതിന്റെ മീനിങ് ആണ് അലോ ടു ഡു എന്ന് പറയുന്നത്. ദെൻ ഈ തിയറി എന്താണ് പറയുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ, ഇപ്പം എന്താണ്, വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ നാമമാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത്? ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നാമമാത്രമായിരിക്കണം എന്ന് പറയുന്ന തിയറിയാണ് ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ആണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ് എന്താണ്, ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സാമ്പത്തിക ഇടപെടലുകൾ കൂടുതൽ സ്വതന്ത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്ത്? ലെയ്സസ് തിയറി എന്ന് പറയുന്നത്. ഇത് ആരാണ് കൊണ്ടുവന്നത്? ആദം സ്മിത്ത് ആണ് കൊണ്ടുവന്നത്. ആദം സ്മിത്ത് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ഞാനിവിടെ ഈ പറഞ്ഞു പോകുന്ന എല്ലാ പോയിന്റ്സും PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സിദ്ധാന്തം കൂടി പഠിക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്നറിയപ്പെടുന്നത്? ആര് കൊണ്ടുവന്ന സിദ്ധാന്തമാണ്? അത് ആൽഫ്രഡ് മാർഷൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ് ആ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത്. ആൽഫ്രഡ് മാർഷൽ ആരായിരുന്നു? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അവർ പേര് നൽകിയതാണ് ആര്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഇപ്പം ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പറയുന്നത്? ഒരു ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള വരുമാനം, വസ്തുവിൻ്റെ വില, മറ്റു വസ്തുക്കളുടെ വില എന്നിവയെ ആശ്രയിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചോദനം? ഒരു ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള വരുമാനം, വസ്തുവിൻ്റെ വില, മറ്റു വസ്തുക്കളുടെ വില എന്നിവയെ ആശ്രയിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു തുക ഉണ്ടായിരിക്കും, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ആ സാധനങ്ങളുടെ വില അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള വരുമാനം, വസ്തുവിൻ്റെ വില, മറ്റു വസ്തുക്കളുടെ വില എന്നിവയെ ആശ്രയിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് നമ്മൾ ചോദനം എന്ന് പറയുന്നത്. ഈ ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ ആരാണ്? എക്കണോമിക്സ് എന്ന പേര് നൽകിയ ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ദ ലേബർ തിയറി ഓഫ് വാല്യൂ എന്നത്. എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ദ ലേബർ തിയറി ഓഫ് വാല്യൂ? അപ്പം ഇതാരാണ് കൊണ്ടുവന്നത്? കാൾ മാർക്സിനാണ്. എന്താണ്? കാൾ മാർക്സ് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറും പൊളിറ്റിക്കൽ തിയറിസ്റ്റും എക്കണോമിസ്റ്റും ഒക്കെയാണ്. ഓക്കെ, എന്താണ് ഒരു ജർമ്മൻ ഫിലോസഫറും പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആൻഡ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള കാൾ മാർക്സ് ആണ് എന്ത് കൊണ്ടുവന്നത്? മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ദ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. ഈ ഒരു തിയറി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? മിച്ചമൂല്യം സൃഷ്ടിക്കുന്നത് തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. ഇതാണ് മിച്ചമൂല്യം സൃഷ്ടിക്കുന്നത് തൊഴിലാളികളാണ് എന്ന് പറയുന്ന തിയറിയാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? മുതലാളിക്ക് ലാഭവും തൊഴിലാളിക്ക് ശമ്പളവും കിട്ടുന്നുണ്ടെങ്കിലും മുതലാളിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ അംശം തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്ത്? മിച്ചമൂല്യ സിദ്ധാന്തം എന്നുള്ളത്. ഇപ്പം എന്താണ്? മുതലാളിക്ക് ലാഭവും തൊഴിലാളിക്ക് ചെയ്യുന്ന ജോലിയുടെ കൂലിയും കിട്ടുന്നുണ്ടെങ്കിലും മുതലാളിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ അംശം തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് എന്ത്? മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ദ ലേബർ തിയറി ഓഫ് വാല്യൂ.
അപ്പോൾ എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ദ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു തിയറി കൊണ്ടുവന്നത് ആരാണ്? കാൾ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ കാൾ മാർക്സ് ജർമ്മൻ ഫിലോസഫറും പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആൻഡ് എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? മിച്ചമൂല്യം സൃഷ്ടിക്കുന്നത് തൊഴിലാളികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ. അതായത് കുറച്ചുകൂടെ നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ മുതലാളിക്ക് ലാഭവും തൊഴിലാളിക്ക് ശമ്പളവും കിട്ടുന്നുണ്ടെങ്കിലും മുതലാളിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ അംശം തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് പറയുന്ന തിയറിയാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 കൃതികളാണ് മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. എന്താണ് മൂലധനം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മൂലധനം എന്ന് പറയുന്നത് 1867നും 83നും ഇടയിലായിട്ട് 3 പതിപ്പുകളായിട്ടാണ് ഇദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, 3 ബുക്കുകളായിട്ടാണ് അദ്ദേഹം മൂലധനം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് 1848ലാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് കാൾ മാർക്സും അതുപോലെ തന്നെ ഒരു ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഫ്രെഡറിക് ഏഞ്ചൽസും കൂടെ ചേർന്നിട്ടാണ്. അപ്പം എന്താണ് കാൾ മാർക്സും അതുപോലെ തന്നെ ഒരു ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഫ്രെഡറിക് ഏഞ്ചൽസും കൂടെ ചേർന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നൊരു ബുക്ക് തയ്യാറാക്കിയത്. ഏത് വർഷമാണ്? 1848ലാണ്. സോ ഈ 3 സിദ്ധാന്തങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മളിനി വരും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 3 തിയറീസ് ഓർമ്മയുണ്ടോ? ഒന്ന് ആരുടേതാണ്? ഒന്ന് ആദം സ്മിത്തിൻ്റെ ലേസസ് തിയറി. എന്താണ് ആദം സ്മിത്തിൻ്റെ ലേസസ് തിയറി? രണ്ടാമത്തെ എന്താണ്? ആൽഫ്രഡ് മാർഷലിൻ്റെ ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ലോ ഓഫ് ഡിമാൻഡ്. അതുപോലെ മൂന്നാമത്തെ എന്താണ്? കാൾ മാർക്സിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തം എന്നുള്ളത്. സോ ഇതൊന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ 2 പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. എന്താണ് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം? മറ്റൊന്ന് എന്താണ്? മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്? മൈക്രോ മീൻസ് എന്താണ്? ചെറുതെന്നാണ് അർത്ഥം. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ പറ്റിയുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വ്യക്തിഗതമായിട്ടുള്ള, അതായത് ആ ചെറിയ യൂണിറ്റുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ്. ഇപ്പം എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ പറ്റിയുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയായിരിക്കും വരിക? ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ വില, അതിൻ്റെ സപ്ലൈ എന്നിവയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇത്തരം പഠനത്തെ നമ്മൾ മറ്റൊരു സിദ്ധാന്തത്തിൻ്റെ പേരിലും അറിയപ്പെടുന്നുണ്ട്, പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. എന്താണ് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുന്നതാണ്? മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്ന സിദ്ധാന്തം ഏതാണ്? പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. ഈ സിദ്ധാന്തം എന്താണ് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ആൽഫ്രഡ് മാർഷലാണ്. ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈ ആൽഫ്രഡ് മാർഷൽ ആരായിരുന്നു? നമ്മൾ പറഞ്ഞു എക്കണോമിക്സിന് ആ പേര് കൊടുത്ത വ്യക്തിയാണ് അല്ലേ? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് എക്കണോമിക്സിന് ആ പേര് നൽകിയ ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ആൽഫ്രഡ് മാർഷലാണ് ആരുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? ആൽഫ്രഡ് മാർഷലാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ എക്കണോമിക്സ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ പറ്റിയുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ വില, സപ്ലൈ എന്നിവയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഏതാണ്? മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ഇതെന്തായിരിക്കും ഉദ്ദേശിക്കുക? പേര് സൂചിപ്പിക്കുന്ന പോലെ മാക്രോ എന്ന് വെച്ചാൽ എല്ലാം അല്ലെങ്കിൽ വലുതെന്നൊക്കെയാണ് ആ മീനിങ് വരുന്നത്. അപ്പം മാക്രോ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൊത്ത ഉൽപ്പാദനം, അതുപോലെ മൊത്ത ഡിമാൻഡ്, മൊത്ത വിതരണം എന്നിവയെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് മാക്രോ എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രത്തിലെ മൊത്ത ഉൽപ്പാദനം, അതുപോലെ തന്നെ മൊത്ത ഡിമാൻഡ്, മൊത്ത വിതരണം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ മാക്രോ എക്കണോമിക്സിനെ നമുക്ക് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം പൊതുവായിട്ട് പറയുമല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? മാക്രോ എക്കണോമിക്സിനെ ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടും. അതുപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ ജെ.എം. കെയ്ൻസ് ആണ് ആരുടെ ഉപജ്ഞാതാവ്? മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൻ്റെ 2 പാർട്ടീഷൻ നമ്മൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് മൈക്രോ എക്കണോമിക്സും ഒന്ന് മാക്രോ എക്കണോമിക്സും. മൈക്രോ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിഗത യൂണിറ്റുകൾ എടുത്ത് പഠിക്കുന്നു. മാക്രോ എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ട് എടുത്ത് പഠിക്കുന്നു. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ വരുന്ന സിദ്ധാന്തം ഏതാണ്? പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. അതുപോലെ മാക്രോ എക്കണോമിക്സിൽ വരുന്ന തിയറി ഏതാണ്? ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം. മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് മാർഷൽ. മാക്രോ എക്കണോമിക്സിൻ്റെ ആണെങ്കിൽ
JM കെയ്ൻസ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സമൂഹത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഒരു സമൂഹത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ തുകയെ പറയുന്ന പേരാണ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവും ഒക്കെ ഉൾപ്പെടുന്നത്. അപ്പം എന്താണ് ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവും ഒക്കെ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം, ദെൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം, ദെൻ മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ദെൻ തേർഡ് വൺ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സമൂഹത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ തുക. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഉൽപ്പാദനം വരും, വിതരണം വരും, ഉപഭോഗം വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ദെൻ തേർഡ് വൺ മിശ്ര സമ്പദ് വ്യവസ്ഥ. ആദ്യത്തെ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഫുൾ നിയന്ത്രണം ആർക്കായിരിക്കും? മുതലാളിക്കായിരിക്കും അല്ലേ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിക്കായിരിക്കും അതിന് മുൻതൂക്കം. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉൽപ്പാദനത്തിനുള്ള പ്രധാന ഉപാധികൾ ഉൽപ്പാദനത്തിനുള്ള പ്രധാന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉൽപ്പാദനത്തിനുള്ള പ്രധാന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ ആരായിരിക്കും ഇതിന് ചുക്കാൻ പിടിക്കുന്നത്? സ്വകാര്യ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ. അതുപോലെ ഈ വ്യവസ്ഥയിൽ ഉൽപ്പാദനത്തിനുള്ള വിഭവങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ആർക്ക് തന്നെയാണ്? സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. ഓക്കെ. കച്ചവടവും കച്ചവടത്തിലൂടെയുള്ള ലാഭവുമായിരിക്കും ഈ വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് കച്ചവടവും കച്ചവടത്തിലൂടെയുള്ള ലാഭവുമാണ് ഈ ഒരു വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഏതാണ്? എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ ഈ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത് സമ്പദ് വ്യവസ്ഥയാണ്? അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. പിന്നെ നമ്മളിതിൽ ഓർത്തിരിക്കേണ്ട കാര്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആദം സ്മിത്തിനെയാണ്. അപ്പം എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഈ ആദം സ്മിത്തിന്റെ ലെയ്സസ് ഫെയർ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അപ്പം എന്താണ് ആദം സ്മിത്തിന്റെ ലെയ്സസ് ഫെയർ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ലേസസ് ഫെയർ സിദ്ധാന്തം നമ്മൾ ആദ്യമേ പറഞ്ഞു പോയതല്ലേ. എന്താണ് ലേസസ് തിയറി? എന്താണ് പറയുന്നത്? വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നാമമാത്രമായിരിക്കണം. അതായത് എന്താണ് ഇവരുടെ സാമ്പത്തിക ഇടപെടലുകളിൽ കൂടുതൽ എന്തായിരിക്കണം? സ്വതന്ത്രമായിരിക്കണം. ഗവൺമെൻറ്റിന് അധികം ഇതിൽ നിയന്ത്രണം പാടില്ല എന്ന് പറയുന്ന തിയറിയാണ് ലേസസ് തിയറി എന്ന് പറയുന്നത്. സോ അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. മുതലാളിയായിരിക്കും ഇവിടെ കൂടുതലും കൺട്രോൾ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ആദം സ്മിത്തിനെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ലേസസ് ഫെയർ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കൂടി ഒന്ന് നോക്കിപ്പോവാം. പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളിലൊക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് വൺ ആണ് സ്വകാര്യ സ്വത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്, മുതലാളിക്കാണ് അവിടെ കൂടുതൽ കൺട്രോൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുക? ഉൽപ്പാദനത്തിനുള്ള പ്രധാന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഉടമസ്ഥതയിലായിരിക്കും അല്ലേ. ഈ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്വകാര്യ സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തികൾ
വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഉടമസ്ഥതയിലായിരിക്കും ഇത് ഉൾപ്പെടുക. നെക്സ്റ്റ് വണ്ണാണ് സ്വകാര്യ ലാഭം. എന്താണ് സ്വകാര്യ ലാഭം? ഈ വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നതാണ് അല്ലേ. അപ്പോൾ സ്വകാര്യമായ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനായിരിക്കും അതിന്റെ ലാഭം കൂടുതലായിട്ടും കിട്ടുക. മറ്റൊന്നാണ് സ്വകാര്യ വ്യക്തികൾക്ക് പരമാധികാരം. എന്താണ്? സ്വകാര്യ വ്യക്തികൾക്കാണ് എന്ത് ഇവിടെ ഫുൾ അധികാരം ആർക്ക് തന്നെയാണ്? പരമാധികാരം ആർക്ക് തന്നെയാണ്? സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. നെക്സ്റ്റ് വൺ വില സംവിധാനം. വില സംവിധാനം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഉൽപ്പന്നത്തിന്റെ വിലയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? ഈ ഒരു സ്വകാര്യ ഉടമസ്ഥനായിരിക്കും. ദെൻ വിപണി കേന്ദ്രീകൃതം. എന്താണ് വിപണി കേന്ദ്രീകൃതം? ഉൽപാദനവും വിതരണവും വിപണിയിലെ ആവശ്യകത അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. അപ്പൊ വിപണി കേന്ദ്രീകൃതം എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദനവും വിതരണവും വിപണിയിലെ ആവശ്യകത അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഓക്കെ. ദ നെക്സ്റ്റ് വൺ സർക്കാർ ഇടപെടൽ ഇവിടെ കുറവായിരിക്കും. എന്നാണ് കച്ചവട കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ താരതമ്യേന കുറവായിരിക്കും. സോ ഈ ഒരു പോയിന്റ് പറയുന്ന തിയറിയാണ് ആദം സ്മിത്തിന്റെ ലേസസ് തിയറി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരുന്നോണം. ഓക്കെ. മറ്റൊന്നാണ് മത്സരം. മത്സരം എന്ന് വെച്ചാൽ എന്താണ്? കച്ചവടക്കാർ തമ്മിൽ മത്സരം ഉണ്ടായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും കച്ചവടക്കാർ തമ്മിൽ എന്തുണ്ടായിരിക്കും? മത്സരം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള കൺട്രോളിംഗ് നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്വകാര്യ സ്വത്ത്, സ്വകാര്യ ലാഭം, സ്വകാര്യ വ്യക്തികൾക്ക് പരമാധികാരം, വില സംവിധാനം, വിപണി കേന്ദ്രീകൃതം, അതുപോലെ സർക്കാർ ഇടപെടൽ കുറവായിരിക്കും, മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഗുണം എന്തായിരിക്കും? വ്യക്തികൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ കഴിയും അല്ലേ. ഇതിലെന്താണ്? വ്യക്തികൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അതിലൂടെ ലാഭം നേടാനും അവർക്ക് അവസരമുണ്ട്. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാവുകയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ജപ്പാനൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കാണിക്കുന്ന രാജ്യങ്ങളാണ്. നെക്സ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കമാൻഡ് എക്കണോമി. എന്താണ്? കമാൻഡ് എക്കണോമി എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. അപ്പം ഈ ഒരു സമ്പദ് വ്യവസ്ഥ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് ഓർക്കുക. ഇതിന്റെ മറ്റൊരു പേരെന്താണ്? കമാൻഡ് എക്കണോമി. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഇവിടെ കമാൻഡ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഗവൺമെന്റ് ഇവിടെ കമാൻഡ് ചെയ്യാൻ ഉണ്ടായിരിക്കും. സോ ആ ഒരു കമാൻഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓർത്തിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? അത് കോൾ മാർക്സ് ആണ്. ആരാണ്? കോൾ മാർക്സ്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭം എന്നതിലുപരി ജനക്ഷേമത്തിനായിരിക്കും ഇവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കുക. അപ്പം എന്താണ്? ലാഭം എന്നതിലുപരി ജനക്ഷേമത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. അപ്പം ജനക്ഷേമം, ആസൂത്രണം, സാമ്പത്തിക സമത്വം എന്നിവയൊക്കെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ്? ജനക്ഷേമം, ആസൂത്രണം, സാമ്പത്തിക സമത്വമൊക്കെ എന്താണ്? ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ ഗവൺമെന്റിന്റെ കീഴിലുള്ള ലാഭം എന്നതിലുപരി ജനക്ഷേമത്തിനായിരിക്കും പ്രാധാന്യം. അതുപോലെ ജനക്ഷേമം, ആസൂത്രണം, സാമ്പത്തിക സമത്വം എന്നിവ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് സവിശേഷതകളാണ്. അപ്പോൾ കമാൻഡ് എക്കണോമി എന്നറിയപ്പെടുന്നതും എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? കോൾ മാർക്സ് ആണ്. അപ്പോൾ ചൈന, ക്യൂബ പോലെയുള്ള രാജ്യങ്ങളാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കാണിക്കുന്നത് എന്നും ഓർത്തിരിക്കുക. ഇത് ലാസ്റ്റ് വണ്ണാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിക്സഡ് എക്കണോമിക് സിസ്റ്റം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില ഘടകങ്ങൾ മാത്രം ഒത്തുചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില ഘടകങ്ങൾ മാത്രം ഒത്തുചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏത് വ്യവസ്ഥയാണ്? ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഇത് ഒരു പൊതു സ്വകാര്യ മേഖലയായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്താണ്? ഇതൊരു പൊതു സ്വകാര്യ മേഖലയായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും അതേപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില ഘടകങ്ങൾ മാത്രം എന്താണ് ഒത്തുചേർത്തിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പൊതു സ്വകാര്യ മേഖല എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ ജനക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
അതുപോലെ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും വില നിയന്ത്രണം അവിടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ കമ്പോള നിയന്ത്രണവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ സ്വത്തവകാശത്തിനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു. അത് കാരണം ഇത് പൊതു സ്വകാര്യ മേഖലകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം എന്താണ്, ഇതൊരു സ്വകാര്യ സ്വത്താണെന്ന് നമ്മൾ പറഞ്ഞാൽ കൂടിയും ഇവിടെ ആരുടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്? ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഉൽപാദനം എന്താണെന്ന് നോക്കാം. എന്താണ് ഉൽപാദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉൽപാദനം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം എന്ന് പറയുന്നത്. ഈ ഉൽപാദനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. അപ്പം എന്താണ്, ഉൽപാദനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായും 4 ഉൽപാദന ഘടകങ്ങളാണ് ഉള്ളത്. അപ്പം എന്താണ്, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളെയാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും 4 ഉൽപാദന ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഭൂമി അല്ലെങ്കിൽ ലാൻഡ്, തൊഴിൽ അല്ലെങ്കിൽ ലേബർ, മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, ദെൻ സംഘാടനം. ഇത്രയും ചേർന്നതാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപാദനം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ ഫലമായിട്ടാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്ട്സും ഉണ്ടാകുന്നത്. ആദ്യത്തെ ഉൽപാദന ഘടകമാണ് ഭൂമി അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൗമാന്തര ഭാഗത്ത് കാണപ്പെടുന്ന പ്രകൃതിദത്ത വസ്തുക്കളെല്ലാം ഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം എന്താണ്, ഭൂമി ഒരു ഉൽപാദന ഘടകമാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൗമാന്തര ഭാഗത്ത് കാണപ്പെടുന്ന പ്രകൃതിദത്ത വസ്തുക്കളെല്ലാം എന്താണ്? ഈ ഭൂമിയിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാനാവത്തില്ല. കാരണം എന്താണ്? ഭൂമിയുടെ മൊത്തം ലഭ്യത എന്ത് തന്നെയാണ്? സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അതിൽ നമുക്ക് ഭൂമിക്കൊരു നിശ്ചിത ഒരു വിസ്തൃതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വിസ്തൃതിയിൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ്, ഭൂമിയുടെ ഉപരിതലത്തിലും അതുപോലെ ഭൗമ അന്തരീക്ഷത്തിലും ഭൗമാന്തര ഭാഗത്തൊക്കെ കാണപ്പെടുന്ന പ്രകൃതിദത്ത വസ്തുക്കളെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭൂമിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാനാവില്ല. കാരണം എന്താണ്? ഭൂമിയുടെ മൊത്തം ലഭ്യത അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ മണ്ണ്, ജലം, വായു, വനങ്ങൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൽപാദന ഘടകമായ ഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിലും ഭൗമാന്തരീക്ഷത്തിലും ഭൗമാന്തര ഭാഗത്തുമൊക്കെ കാണപ്പെടുന്ന പ്രകൃതിദത്ത വസ്തുക്കളെല്ലാം ഭൂമി എന്ന് പറയുന്ന ഒരു ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞ്. അതിനകത്ത് വരുന്ന ഉദാഹരണങ്ങളാണ് മണ്ണ്. ഭൂമിയിലുള്ള മണ്ണ്, ജലം, വായു, വനങ്ങൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങളൊക്കെ എന്താണ്? ഉൽപാദന ഘടകമായ ഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാനാകും. എങ്ങനെയാണ്? കറക്റ്റായിട്ട് നമ്മൾ ജലസേചനവും അതുപോലെ വളപ്രയോഗവും നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ ഉൽപാദന ഘടകമായ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പാട്ടം അല്ലെങ്കിൽ റെൻ്റാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഉൽപാദന ഘടകമായ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പാട്ടം അല്ലെങ്കിൽ റെൻ്റ്. നമ്മൾ ഭൂമി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രതിഫലമാണ് എന്തെന്ന് പറയുന്നത്? പാട്ടം അല്ലെങ്കിൽ റെൻ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഭൂമി എന്ന് പറയുന്ന ഒരു ഉൽപാദന ഘടകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ. എന്താണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തൊഴിലാളി പ്രതിഫലം പ്രതീക്ഷിച്ച് തൻ്റെ ബുദ്ധിപരവും മാനസികവും ശാരീരികവുമായ കഴിവുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? അവസാനം പ്രോഡക്റ്റ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ തൊഴിൽ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാളി. അപ്പോൾ എന്താണ്? ഒരു തൊഴിലാളി പ്രതിഫലം പ്രതീക്ഷിച്ച് തൻ്റെ ബുദ്ധിപരവും മാനസികവും ശാരീരികവുമായ കഴിവുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തൊഴിൽ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടായിരിക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ തൊഴിലിൻ്റെ ഫലമായി അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വേതനം അല്ലെങ്കിൽ കൂലിയായിരിക്കും ഈ ഒരു തൊഴിലിൻ്റെ പ്രതിഫലമായിട്ട് ആ ഒരു വ്യക്തിക്ക് ലഭിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് നമ്മൾ മൂലധനം എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് നമ്മൾ മൂലധനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൂലധനത്തിന് കുറച്ച് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണവ? മൂലധനം മനുഷ്യനിർമ്മിതമാണ്, അല്ലേ? ഇപ്പം മനുഷ്യനിർമ്മിതമായിട്ട് ഉള്ളതായിരിക്കും ഈ മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്താണ്?
മൂലധനം മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. കാരണം മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ മൂലധനം എന്താണ്, ചലനാത്മകവുമാണ്. അതായത് മൂലധനം നമുക്ക് പല രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനും കഴിയും അല്ലേ. അപ്പോൾ എന്താണ് മൂലധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂലധനം എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. മൂലധനത്തിന് ഉദാഹരണമായിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഉപകരണങ്ങൾ, അതുപോലെ വ്യവസായശാലകൾ, പിന്നെ ഉൽപ്പാദനത്തിന് ചിലവാകുന്ന പണം, ഇതൊക്കെയാണ് മൂലധനത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മൂലധനം മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ, ഇത് ചലനാത്മകവുമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂലധനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ്. പിന്നെ ഒരു ടേമാണ് വിജ്ഞാന മൂലധനം എന്ന് പറയുന്നത്. എന്താണ് വിജ്ഞാന മൂലധനം? അപ്പോൾ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിനെ പറ്റിയുള്ള നമ്മുടെ വിജ്ഞാനമാണ്, അതും ഒരു മൂലധനമാണ് അല്ലേ. നമുക്കറിയാത്തൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യും, ശേഖരിക്കും. സോ ആ ഒരു അറിവുകൾ അല്ലെങ്കിൽ ആ ഒരു വിജ്ഞാനം എന്ന് പറയുന്നതിനെയാണ് വിജ്ഞാന മൂലധനം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു ഉൽപ്പാദന ഘടകമാണ് സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ സംഘടിപ്പിച്ച് ഉൽപ്പാദനം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഘാടനം? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ സംഘടിപ്പിച്ച് ഉൽപ്പാദനം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘാടനം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സംഘാടനം ചെയ്യുന്ന വ്യക്തി ആരാണ്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകനാണ്. അപ്പോൾ ഈ ഒരു സംഘാടകൻ്റെ ലക്ഷ്യം എന്തൊക്കെയായിരിക്കും? ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം. ദെൻ ഉൽപ്പന്നം കൂടുതലായിട്ട് വിൽക്കുക, അതുപോലെ ഒരേ സമയം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, പിന്നെ അസംസ്കൃത വസ്തുക്കളുടെ പാഴാക്കൽ കുറയ്ക്കുക, അതുപോലെ ഉൽപ്പാദന പ്രക്രിയ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നിവയാണ് സംഘാടകന്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം എന്തൊക്കെയാണ് ലക്ഷ്യം? ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക, ഉൽപ്പന്നം കൂടുതൽ വിൽക്കുക, ഒരേ സമയം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, അസംസ്കൃത വസ്തുക്കളുടെ പാഴാക്കൽ കുറയ്ക്കുക, ഉൽപ്പാദന പ്രക്രിയ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. ഇത്രയുമാണ് ഒരു സംഘാടകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം സംഘാടകൻ ആരായിരുന്നു? സംഘാടനം ചെയ്യുന്ന വ്യക്തിയാണ് സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. ഈ സംഘാടനം എന്തായിരുന്നു? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ സംഘടിപ്പിച്ച് ഉൽപ്പാദനം നടത്തുന്ന പ്രക്രിയയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഓക്കെ, ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഒരു സംഘാടകന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ സംഘാടകൻ ഒരു വ്യാവസായിക സംരംഭം ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനം നിർവഹിക്കുകയും ബിസിനസിനെ ബാധിക്കുന്ന ഭവിഷ്യത്തുകൾ നേരിടുകയും ചെയ്യണം. അപ്പോൾ എന്താണ്, ഒരു സംഘാടകൻ ഒരു വ്യാവസായിക സംരംഭം ആസൂത്രണം ചെയ്യണം, അതുപോലെ അത് സംഘടിപ്പിക്കണം, അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കണം, അതുപോലെ ബിസിനസിനെ ബാധിക്കുന്ന ഭവിഷ്യത്തുകളെ നേരിടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു നല്ല സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകനായി മാറുകയുള്ളൂ. അപ്പോൾ ഭൂമി, അധ്വാനം, മൂലധനം എന്നീ ഉൽപ്പാദന ഘടകങ്ങളെ ശരിയായ അനുപാതത്തിൽ സംയോജിപ്പിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്നതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ഒരു സംഘാടകന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദനം നടക്കുകയും ഒരു ഉൽപ്പന്നം ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ സംഘാടനത്തിന്റെ പ്രതിഫലം എന്താണ്? ലാഭമാണ്. അപ്പോൾ സംഘാടനം കൃത്യമായിട്ട് നടന്നാൽ എന്ത് കിട്ടും? നമുക്കതിന് ലാഭമായിരിക്കും കിട്ടുക. സോ ഇത്രയുമാണ് ഉൽപ്പാദന ഘടകങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഉൽപ്പാദന ഘടകങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ. ഇപ്പം യൂസഫ് അലി എന്ന സംരംഭകൻ തൻ്റെ ബിസിനസ്സിനായി ആദ്യം തിരഞ്ഞെടുത്ത ഉൽപ്പാദന ഘടകം എന്തായിരിക്കും? ഭൂമിയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ലാൻഡ് ആയിരിക്കും. അതായത് ഈ ഭൂമിയുടെ മുകളിലാണ് എന്ത് പണിയേണ്ടത്? ലുലു മോൾ പണിയേണ്ടത്. സോ ഈ ഭൂമിയുടെ മുകളിൽ അദ്ദേഹം മുടക്കുന്ന തുകയാണ് റെന്റ് അല്ലെങ്കിൽ പാട്ടം എന്ന് പറയുന്നത്. ഇത് ആർക്കായിരിക്കും അദ്ദേഹം കൊടുക്കുക? സർക്കാരിനായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ലുലു മോൾ നിർമ്മിക്കാനും അത് കഴിഞ്ഞും അവിടെ ആവശ്യത്തിന് തൊഴിലാളികളെ വേണം. സോ അത് ലേബർ എന്ന ഉൽപ്പാദന ഘടകമാണ്, അല്ലെങ്കിൽ തൊഴിൽ എന്ന ഉൽപ്പാദന ഘടകമായിരിക്കും ആ ഭാഗത്ത് വരിക. ഇനി ഇവിടെ ലേബേഴ്സിന് കിട്ടുന്നത് എന്തായിരിക്കും? വേതനം അല്ലെങ്കിൽ കൂലിയായിരിക്കും. അതുപോലെ യൂസഫ് അലിക്ക് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാൻ എന്താവശ്യമാണ്? മൂലധനം ആവശ്യമാണ്. അത് പണമായിട്ടും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കളായിട്ടും യന്ത്രങ്ങളായിട്ടും മറ്റു ഉപകരണങ്ങളായിട്ടും ഒക്കെ എന്ത് ചെയ്യും? മൂലധനത്തിൽ ഉൾപ്പെടും. മൂലധനത്തിൽ നിന്നും യൂസഫ് അലിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അത് പലിശയായിരിക്കും. അപ്പോൾ ഈ ഭൂമിയും മൂലധനവും ലേബറും ഒരു കൃത്യമായ അനുപാതത്തിൽ ഉപയോഗിച്ചാണ് സംഘാടകനായ യൂസഫ് അലി ഈ ലുലു മോൾ എന്ന സംഘാടനം അല്ലെങ്കിൽ സംരംഭം കൊണ്ടുപോകുന്നത്. സോ ഇത്രയുമാണ് ഈ ഉൽപ്പാദന ഘടകങ്ങൾ ഒരു സംരംഭത്തിൽ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്നുള്ളത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന് ഉൽപ്പാദന യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റും മറ്റൊന്ന് ഗാർഹിക യൂണിറ്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് യൂണിറ്റും. ഇതെന്താണ് ഇവ ഉദ്ദേശിക്കുന്നത്? ഉൽപ്പാദന യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്
ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എവിടെയാണോ അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം എന്താണ്? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഉൽപ്പാദന യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പുകൾ വരാം, ഫാക്ടറീസ് ഒക്കെ വരാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഗാർഹിക യൂണിറ്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് യൂണിറ്റ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ഗാർഹിക യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഗാർഹിക യൂണിറ്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും പ്രദാനം ചെയ്തത് ആര് തന്നെയാണ്? ഈ ഗാർഹിക യൂണിറ്റ് തന്നെയാണ്. അപ്പം ഈ ഉൽപ്പാദന യൂണിറ്റും ഗാർഹിക യൂണിറ്റും വളരെ സിമ്പിളാണ്. ആ പേരിനകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് ഉൽപ്പാദന യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളെയാണ് നമ്മൾ ഉൽപ്പാദന യൂണിറ്റ് എന്ന് പറയുന്നത്. ഗാർഹിക യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ഗാർഹിക യൂണിറ്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഉൽപ്പാദന യൂണിറ്റും ഗാർഹിക യൂണിറ്റും എങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നതെന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ നൽകുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റാണ്. അപ്പം എന്താണ്? ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ നൽകുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റുകളാണ്. അതുപോലെ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുകയും ചെയ്യും. അപ്പം എന്താണ്? ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക യൂണിറ്റ് നൽകുമ്പോൾ ഗാർഹിക യൂണിറ്റിന് തിരിച്ചെന്ത് കിട്ടും? പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുപോലെ ഉൽപ്പാദന യൂണിറ്റിൽ നിന്നും ഉൽപ്പന്നം ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. അതുപോലെ ഗാർഹിക യൂണിറ്റുകൾ ഉൽപ്പാദനത്തിനുള്ള പ്രതിഫലം ഉൽപ്പാദന യൂണിറ്റുകൾക്കും നൽകുന്നു. അപ്പം എന്താണ്? ഉൽപ്പാദന യൂണിറ്റിൽ നിന്നും ഉൽപ്പന്നം ഗാർഹിക യൂണിറ്റിന് നൽകുന്നതിനോടൊപ്പം തന്നെ ഗാർഹിക യൂണിറ്റുകൾ ഉൽപ്പന്നത്തിനുള്ള പ്രതിഫലം ഉൽപ്പാദന യൂണിറ്റിലേക്കും നൽകുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായി 3 തരത്തിലാണ് സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥകൾ ഉള്ളത്. ഒന്ന് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല, ദെൻ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, ദെൻ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയകൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് അതുപോലെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയകളെക്കാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഭൂമി, കൃഷി, മത്സ്യബന്ധനം, ഖനനം, വനം ഇതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമി ഒരു പ്രകൃതി വിഭവമാണ്. അത് നമ്മൾ അതുപോലെയാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കൃഷിയാണെങ്കിലും മത്സ്യബന്ധനമാണെങ്കിലും അതുപോലെ ഖനനമാണെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ അതുപോലെ എന്താണ്? പുറത്തെടുക്കുകയാണ്. ഓക്കെ, പിന്നീട് വനപരിപാലനം, പിന്നീട് വനം ഇതൊക്കെ എന്താണ്? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. കൂടാതെ പ്രാഥമിക മേഖലയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് എന്താണ്? കൃഷിയാണ്. അപ്പോൾ അതാണ് പ്രാഥമിക മേഖലയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് എന്താണ്? കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ്? പ്രാഥമിക മേഖലയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? കാർഷിക മേഖലയാണ്. അതോടൊപ്പം ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖല ഏത് തന്നെയാണ്? കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്. അപ്പം എന്താണ്? ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖല ഏത് തന്നെയാണ്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല തന്നെയാണ്. അപ്പം എന്താണ് പ്രാഥമിക മേഖല? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയകൾ ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്? പ്രൈമറി സെക്ടർ. അതിന് ഉദാഹരണങ്ങളായിട്ട് എന്തൊക്കെ വരും? ഭൂമി വരും, കൃഷി വരും, മത്സ്യബന്ധനം വരും, ഖനനം വരും, വനം വരും. അടുത്ത മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസംസ്കൃത വസ്തുക്കൾ അതുപോലെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ആ അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സോ അതിന് ഉദാഹരണങ്ങളാണ് വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണമൊക്കെ. അപ്പോൾ വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണമൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൻ്റെ അടിയിൽ വരുന്നതാണ്. അതുപോലെ ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വ്യവസായമാണ് അല്ലേ? അപ്പോൾ ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്താണ്? വ്യവസായമാണ്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയെ, അതായത് ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന
നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഇതിന് കീഴിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. സോ ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് വ്യവസായമായതിനാൽ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിനെ നമ്മൾ വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. അപ്പോൾ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് ഏതിൽ വരുന്നത്? തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയിൽ വരുന്നത്. അപ്പോൾ എന്താണ്? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് എന്തെന്ന് പറയുന്നത്? തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് വരുന്ന എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമ്പിൾസ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ദേശീയ വരുമാനം 3 മേഖലകളുമായി, അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ 3 മേഖലകൾ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? അത് തൃതീയ മേഖല അല്ലെങ്കിൽ ഈ സേവന മേഖല തന്നെയാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഏതാണ്? കാർഷിക മേഖലയാണെന്നും ഓർത്തിരിക്കാം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 പോയിന്റ്സും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ പറയാം. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആരാണ്? സേവന മേഖലയാണ് അല്ലേ? അപ്പം എന്താണ്? പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നത് സേവന മേഖലയാണെന്ന് നമുക്കറിയാം. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേഖലയും ഏത് തന്നെയാണ്? സേവന മേഖല തന്നെയാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത നൽകുന്നതിൻ്റെ ഒരു ഓർഡർ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കാർഷിക മേഖലയാണ്. അപ്പോൾ കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത നൽകുന്നത്. അതിനുശേഷമാണ് സേവന മേഖല. ദെൻ അത് കഴിഞ്ഞാൽ ദ്വിതീയ മേഖല. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത നൽകുന്നത് കാർഷിക മേഖലയും, അത് കഴിഞ്ഞ് സേവന മേഖലയും, അത് കഴിഞ്ഞിട്ടാണ് ദ്വിതീയ മേഖല. ഇവിടെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ അറിയപ്പെടുന്നത് എന്താണ്? ചുവപ്പ് കോളർ ജോലിക്കാരെന്നാണ്. അപ്പോൾ എന്താണ്? റെഡ് കോളർ വർക്കേഴ്സ് എന്ന് പറയില്ലേ? അപ്പോൾ അതുപോലെ ചുവപ്പ് കോളർ ജോലിക്കാരെന്ന് അറിയപ്പെടുന്നത് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ സേവന മേഖലയിലെ വർക്കേഴ്സിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബ്ലൂ കോളർ ജോലിക്കാർ അല്ലെങ്കിൽ നീല കോളർ ജോലിക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ദ്വിതീയ മേഖലയിലാണെങ്കിലോ അത് വൈറ്റ് കോളർ ജോബ്സ് അല്ലെങ്കിൽ ജോലിക്കാർ എന്നാണ് ദ്വിതീയ മേഖലയെ അറിയപ്പെടുന്നത്. സോ ഈ ഒരു പോയിന്റും കൂടെ നമ്മൾ അതിൽ ഓർത്തിരിക്കണം. അപ്പോൾ GDP കോൺട്രിബ്യൂഷൻ്റെ ഓർഡറിൽ എങ്ങനെയായിരിക്കും ഇവിടെ ഒരു സ്ഥാനം വരുന്നത്? അത് ഏറ്റവും കൂടുതൽ സേവന മേഖലയാണ്. അത് കഴിഞ്ഞിട്ടാണ് വ്യാവസായിക മേഖല, ദെൻ പ്രാഥമിക മേഖലയുമായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ ഏതാണ് നൽകുന്നത്? സേവന മേഖല, അത് കഴിഞ്ഞിട്ട് വ്യാവസായിക മേഖല, അത് കഴിഞ്ഞാണ് പ്രാഥമിക മേഖല. ദെൻ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നത് എന്താണ്? സേവന മേഖല തന്നെയാണ്. അതുപോലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതും ഏതാണ്? സേവന മേഖലയാണ്. ഓക്കെ, ഈ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്താലോ? ഒരു വ്യവസായമായി ഒരു തുണിക്കച്ചവടം നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്താൽ ഇതിലെ പ്രാഥമിക മേഖല എന്നത് തുണി നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന നൂലിനായി നമ്മൾ പട്ടുനൂൽ പുഴുവിനെ ആശ്രയിക്കുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ പ്രകൃതിദത്തമായ ഈ റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ നൂൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ നൂൽ ദ്വിതീയ മേഖലയിൽ എത്തുമ്പോൾ നെയ്തെടുത്ത തുണിത്തരങ്ങളായി മാറുകയും ചെയ്യുന്നു. ഈ തുണിത്തരങ്ങൾ ഇവിടെ നിന്നും സംഭരിച്ച് ഒരു തുണിക്കട രൂപത്തിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് രൂപത്തിൽ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. സോ ഇതുപോലെയാണ് എല്ലാ തരത്തിലുമുള്ള വ്യവസായശാലകളും പ്രവർത്തിക്കുന്നത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന ഏജൻസിയുടെ ഒരു വർഗീകരണമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് വൺ, പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിലാണെങ്കിലോ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, ദെൻ കെട്ടിട നിർമ്മാണം. അതുപോലെ തൃതീയ മേഖലയിലാണെങ്കിലോ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. സോ ഇതൊക്കെയാണ് തൃതീയ മേഖലയിൽ വരുന്നത്. സോ ഈ 3 വർഗീകരണവും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വേഗത്തിൽ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.